എനിക്ക് തോന്നുന്നു നമ്മള് കുറെ നാളുകളായിട്ട് ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് 1-2 വർഷമല്ല. എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം മുഴുവൻ ഇത് സൈബർ ബുള്ളിയിങ്ങിനും ബോഡി ഷേമിങ്ങിനും സ്ലട്ട് ഷേമിങ്ങിനും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പലപ്പോഴും ഞാൻ അനുഭവിച്ചേക്കുന്ന ഈ സോഷ്യൽ മീഡിയ കമന്റ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിടുന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് അവര് ഇപ്പൊ നമ്മളൊരു ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഞാനിടുന്ന എന്റെ റീലുകളോ ഞാൻ എടുക്കുന്ന വീഡിയോകളിലോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു വളരെ വൾഗറായിട്ട് ഒരു 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 ശതമാനം പോലും തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ചടങ്ങിന് ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട്. അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുകളുണ്ട്, ക്യാമറകളുണ്ട്. അവരെടുക്കുന്ന ആംഗിളുകളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അറിയുക പോലുമില്ല ഈ വീഡിയോസ് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത്. അതെല്ലാം പബ്ലിഷ് ചെയ്യുകയും അതെല്ലാം റിലീസ് ചെയ്യുകയും അതിനുശേഷം അതിന്റെയൊക്കെ ടാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതൊരു ഒരു എന്താ പറയാ ഒരു 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 കളക്റ്റീവായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നെ പോലുള്ള സ്ത്രീകൾക്കെതിരെ, എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അനുഭവിക്കുന്ന ഇങ്ങനത്തെ ഒരു ആക്രമണമാണ്. അതെ. ഇതെല്ലാം പലപ്പോഴും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ മനസ്സിലാക്കിയിട്ടും ഒരു പ്രശ്നത്തിലേക്ക്, ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പുച്ഛത്തോടെ തള്ളുന്നു എന്ന് പറയുമ്പോഴും ഞാൻ തുറന്നു നോക്കാറില്ല. കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും, എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാനത് ആരെങ്കിലും എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെയുള്ളത് അയക്കണ്ട. എനിക്ക് നോക്കാനാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ നോക്കാതെ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രയും നാളും. ഞാൻ ഒരു 4 മാസം മുമ്പ് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ഒരു കുറേ വർഷങ്ങളായിട്ട്, ഞാനിപ്പോ ഒരു 20 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പൊ അത്രയും കാലയളവായിട്ട് തന്നെ ഞാൻ ഒത്തിരി ഇനോഗ്രൽ ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്. 1-2 അല്ല, കുറേ ഉണ്ട്. അപ്പം ഈ പല ബ്രാൻഡുകളുടെയും ഭാഗമായിട്ട് ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആളുകളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അപ്പം ഈ വ്യക്തിയുടെ ഇനോഗ്രൽ ഫംഗ്ഷൻ ഞാൻ ഒരു 5-6 എണ്ണം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അന്നൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടില്ല. ഞാൻ ഒരു 4 മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചേക്കുന്നത്, പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ആ സമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു സദസ്സാണ്. അത്രയും ചാനൽ മീഡിയ പ്രവർത്തകരുമുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അത് മോശമായി എന്ന് എനിക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ്, നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരുന്നില്ല അത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു ഡെക്കോറം ഉണ്ട്. അത് എപ്പോഴും പാലിച്ചിട്ട് തന്നെയാണ് ഞാൻ പോവാറുള്ളത്. പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട്. അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു, ഇത് മോശമായി പോയി ഈ പെരുമാറ്റം, ഞങ്ങൾക്കിനി ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞും ഞാൻ മാത്രം പങ്കെടുക്കുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമില്, ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുമായിട്ട് ഒന്നും യാതൊരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്തൊരു പ്രോഗ്രാമില് അതിന്റെ തലേ ദിവസം മാത്രം ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ വ്യക്തിയും കൂടി അവിടെ വരുന്നുണ്ടെന്ന്. ആ പ്രൊമോ വീഡിയോ പോലും ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരത്തെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോയാണ്. ആ പ്രോഗ്രാം എങ്ങനെ ഞാൻ കമ്മിറ്റ് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഞാൻ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അറിയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു വർക്ക് എത്തിക്സ് ഉണ്ട്. അപ്പൊ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല.